ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാൻഡീസ് വേൾഡ്. ഇന്ന് ഞാനൊരു കപ്പ മസാലയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ബീഫില്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടൊരു കപ്പ മസാല ഉണ്ടാക്കാം. ചോറിന് കൂടെയൊക്കെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേണം. തക്കാളി വേണമെന്നുള്ളവർക്ക് ഇടാം, ഞാനിവിടെ എടുത്തിട്ടില്ല. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ മൂപ്പിച്ചെടുത്താൽ മതി. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ചേർക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഏതാണെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് ചിക്കൻ മസാലയാണുള്ളത്, അപ്പോൾ ഞാനത് അതിട്ട് കൊടുക്കുന്നു. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മസാലയെല്ലാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം കപ്പയിലോട്ട് നന്നായിട്ട് ചേർന്ന് കിട്ടണം. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കപ്പയുടെ ഒപ്പം വരുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കപ്പ നന്നായി വെന്ത് കിട്ടണം. വെന്ത് വരുമ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. കുക്കറിലൊരു 4 വിസിൽ വരെ വന്നോട്ടെ, എന്നാലേ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. കപ്പയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നത് ഇളക്കിയെടുക്കാം. ചെറുതായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്, നമുക്കിത് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ച് കിട്ടണം. നമുക്കിത് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കപ്പ ബിരിയാണിയുടെ സ്മെല്ലാണ് കേട്ടോ ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബീഫൊന്നും കിട്ടിയില്ലെങ്കിലും കപ്പ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിവിടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ കപ്പ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കിയെടുക്കാൻ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് സവാള കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കാണുന്നത് പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.